ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ നിലകൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം ജില്ല, പ്രത്യേകിച്ച് ജില്ലയിലെ മട്ടാഞ്ചേരി. അതിലേറെ ശ്രദ്ധേയമായ ഇടമാണ് കൂനം കുരിശുപള്ളി. പോർച്ചുഗീസ് മിഷണറിമാർക്കെതിരെ നസ്രാണി ക്രിസ്ത്യാനികൾ സമരം നടത്തിയതെന്ന പ്രത്യേകത കൂടി കൂനൻ കുരിശിനുണ്ട്. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള തിരുശേഷിപ്പ് വണക്ക കേന്ദ്രം കൂടിയായ ഈ പള്ളി കാണാൻ വിദേശികളും ചരിത്രാന്വേഷികളും അടക്കം നിരവധി പേരാണ് ദിവസേന എത്തുന്നത്. കാണാം അവിടുത്തെ വിശേഷം. ഭക്തിയും വിശ്വാസവും ചരിത്രവും എല്ലാം കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരിടമാണ് മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശുപള്ളി. ഈജിപ്ഷ്യൻ ഇന്ത്യൻ വാസ്തുവിദ്യയും കൂട്ടിച്ചേർത്താണ് കൂനൻ കുരിശുപള്ളിയുടെ നിർമ്മാണം. മണ്ണിൽ മെനഞ്ഞെടുത്ത മനോഹരമായ ശില്പം പോലെ സ്വാഭാവിക പ്രകാശം കൂടുതൽ പതിയുന്ന രീതിയിലുള്ള ഈ നിർമ്മാണമാണ് ദേവാലയത്തിന്റെ പ്രധാന ആകർഷണം. ഈ നിർമ്മിതിക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ സഭയെ സംബന്ധിച്ച് മലങ്കര സഭാ മക്കൾക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ തക്കോണം കഴിയാത്തതായ ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുള്ളതും പിതാക്കന്മാർ താമസിച്ച് ആരാധിച്ചതുമായ ഒരു പഠിത്ത വീടുകൂടിയാണ് മട്ടാഞ്ചേരി കൂനൻ കുരിശ് പഴയ സുറിയാനി പള്ളി. ഇതര വിശ്വാസികളായ ആളുകൾ കണ്ണുനീരോടെ വന്ന് ഈ കുരിശിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈ പുണ്യവാനാവുന്ന ഗീവർഗീസ് അതാട് തിരുശേഷിപ്പിൽ അഭയപ്പെടുകയും പരിശുദ്ധ പരിമല തിരുമേനി, വട്ടശ്ശേരി തിരുമേനി, ശക്രള ബാവ തിരുമേനി തുടങ്ങിയ പിതാക്കന്മാരെ തിരുശേഷിപ്പിൽ അഭയം കൊള്ളുകയും ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം. ഇന്ത്യയിൽ ആദ്യമായി സെന്റ് ജോർജിന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ചത് ഇവിടെയാണെന്നും ദേവാലയ പുനർനിർമ്മാണ കാലത്ത് മദ്ബഹായിലെ ബലിപീഠത്തിന്റെ അടിയിൽ നിന്നും തിരുശേഷിപ്പ് വീണ്ടെടുത്തുവെന്നും ഓർത്തഡോക്സ് സഭ അവകാശപ്പെടുന്നു. ജനുവരിയിൽ ഇന്ത്യയിലെ വൈദേശിക അധിനിവേശത്തിനെതിരെ ആദ്യ സമരം നടന്നത് കൂനൻ കുരിശിലായിരുന്നു. ഒറ്റ സഭയായിരുന്ന ഇന്ത്യയിലെ സുറിയാനി ക്രിസ്ത്യാനികളെ ഇന്നു കാണുന്ന രീതിയിൽ പല സഭകളായി വേർപിരിച്ച സംഭവം കൂടിയായിരുന്നു ഇത്. AD 53 ക്രിസ്തു ശിഷ്യനായ തോമസ് ശ്ലീഹ കേരളത്തിലെത്തി ഇവിടെ 7 പള്ളികൾ സ്ഥാപിക്കുകയും ഇതിന്റെ പിൻതലമുറക്കാരാണ് ഇന്ത്യയിലെ സുറിയാനി കത്തോലിക്കരെന്നുമാണ് നസ്രാണി ക്രിസ്ത്യാനികളുടെ വിശ്വാസം. വാസ്കോഡ ഗാമയ്ക്കൊപ്പം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടുത്തെ നസ്രാണി സമൂഹത്തെ ലത്തീൻ ആരാധനാ രീതിയിലേക്ക് മാറ്റാൻ പരിശ്രമിച്ചെന്നും ഇത് പിന്നീട് പിളർപ്പിന് കാരണമായെന്നുമാണ് ചരിത്രം. ചരിത്ര സ്മാരകം എന്ന നിലയിലും വാസ്തുവിദ്യ പഠന കേന്ദ്രം എന്ന നിലയിലും തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലും ശ്രദ്ധേയമായ ഇവിടേക്ക് 100 കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എത്തുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.